ഹായ് അസ്സാം വലൈക്കും. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ ഒരു സ്പെഷ്യലായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ്, ഇത് ഉണ്ടാക്കുന്ന വീഡിയോയും വായ്പിൻ്റെ വീഡിയോയും എല്ലാം ഒന്നിച്ച് തന്നിട്ടൊരു വീഡിയോ ഇന്ന് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും കാണണം, സപ്പോർട്ട് വേണം, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയറിങ് എല്ലാം വേണം. ഈ ബദർ ബിസ്മി എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നു. അപ്പോൾ ഞാൻ ഈ കർമൂസ എന്ന് പറഞ്ഞാൽ എനിക്ക് താത്ത തന്നതാണ് കേട്ടോ. അപ്പം ഞാനത് ഉപ്പേരി വെച്ച് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കേട്ടോ. പാചകം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാചകം ചെയ്യില്ലേ ഭയങ്കര എന്തോ ഒരു മടുപ്പാണ്. സാധനം ഉണ്ടായാൽ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇതൊരു കേബേജ് ഉപ്പേരി വെക്കും പോലെയാണ് കേട്ടോ. ഈ സാധനത്തിൽ വെച്ചിട്ട് ഒരതി എടുത്തിട്ടാണ് ഞാൻ ഇത് എടുക്കാറ് കേട്ടോ. നല്ല പോലെ ഒരതി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതിൽ പച്ചമുളകും തേങ്ങയും നല്ല ജീരകവും എല്ലാം ഇട്ടിട്ടാണ് ഒരു തേങ്ങ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് രണ്ടെണ്ണത്തേക്കില്ല ചതച്ചെടുക്കലാണ് ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചതച്ചതിൻ്റെ വീഡിയോ ഇതിൽ കാണുന്നില്ല, അതെടുക്കാൻ മറന്നിട്ടുണ്ട്. പക്ഷെ അത് കടുകൊക്കെ വറവിട്ടിട്ട് തേങ്ങ അരപ്പ് അതിൽ ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്താണ് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ചിലതൊക്കെ തെറ്റിപ്പോണുണ്ടാവും, ക്ഷമിക്കട്ടോ. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഇണ്ണിക്കാമ്പെന്ന് ഞങ്ങൾ ഇവിടെ പറയും. നിങ്ങൾ എന്താന്ന് പറയുന്നത് വെച്ചാൽ കമൻറ്റിൽ പറയട്ടോ. പ്ലീസ് കമൻറ്റിൽ പറയണം, എന്തുണ്ടെങ്കിലും കേട്ടോ, തെറ്റുകളായാലും എന്തുണ്ടെങ്കിലും പറയണം. പിന്നെ ഇപ്പം ഇണ്ണിക്കാമ്പ് ഞാൻ വട്ടത്തിൽ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നൂലൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഒരു ജാറിലിട്ടേക്കണം. ഇതൊരു കൈകൊണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. എൻ്റെ മീൻകാരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇനി ഇതിക്കും ആ കേബേജിനിലേക്കില്ല, ആ പപ്പായക്കില്ല എല്ലാ അരപ്പ് തന്നെയാണ് ഇതിന് ഞാൻ ചേർത്തിക്കണത് കേട്ടോ. ഒന്ന് വേവിച്ച് ഉപ്പ് ഇട്ടിട്ട് കുറഞ്ഞ് വേവിച്ചിട്ട് പിന്നെ അരപ്പുകൾ ചേർത്തുക. പക്ഷെ അതിൽ വെമ്പയറോ ചെറുപയറോ അല്ലെങ്കിൽ മുതിരയാണ് ഇടാറ്. പക്ഷെ ഇന്ന് ഞാനത് വെക്കുന്നുണ്ട്, മുതിര ഇട്ട് വെച്ചിട്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇടാം. പിന്നെ ഒരു മീൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു മീൻ തന്നെ ധാരാളമാണ്. പക്ഷെ അത് നന്നാക്കി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലും എല്ലാ പൊടികളും മീൻ മസാല ഉൾപ്പെടെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ പൊടികളും ഞാൻ ഇടും, കുരുമുളക് ഇടയ്ക്ക് ഇടും, എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ നമുക്കത് ഒരു എങ്ങനെ കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കങ്ങനെ വെച്ച് വിനാഗിരി ഒഴിച്ചിട്ടാണ് ഞാനിത്, വെള്ളം കൂട്ടണില്ല, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടാണ് ഞാനത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, നല്ല ടേസ്റ്റ്. അങ്ങനെ ഒന്ന് മീൻ വറുത്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വെച്ച എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ വറുത്തതാണ്. പിന്നെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ പേര് നിങ്ങൾ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു, പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയണമെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ ഞാൻ വായുടെ ഇണ്ണിക്കാമ്പ് വെക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഉപ്പേരി കേട്ടോ. കുത്തേരി ചോറുമാണ്. നമുക്ക് ഒന്ന് വിളമ്പി എടുക്കാം കേട്ടോ. ചിലർ ചോദിക്കും ബിസ്മിക്ക് എന്താ ഉപ്പേരി മാത്രമേ ഉള്ളൂ, ചോറ് കുറവാണ് എടുക്കാറ്. ചോറ് കുറവൊന്നുമല്ല കേട്ടോ, ഞാൻ ചോറ് നല്ലവണ്ണം എടുക്കാറുണ്ട്. ഉച്ചക്ക് മാത്രമേ കഴിക്കാറുള്ളൂ, അതുകൊണ്ട് ഞാൻ തീർന്നാൽ പിന്നെ എടുക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ ഇടാറില്ല എന്നുള്ളൂ കേട്ടോ. അല്ലെ, പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ നല്ല അതാണ് എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ഏറെ ഇതിൽ ഉൾപ്പെടുത്തിയ പച്ചക്കറികളാണ് എന്ന് പറയാം, അതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനെ കൊണ്ട് എനിക്ക് കൂടുതൽ താല്പര്യം. ബിരിയാണി കൊണ്ട് അങ്ങനെയൊന്നും താല്പര്യമില്ല. മോന് ബിരിയാണിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ പ്ലീസ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാൻ കാരണം എന്താണോ, മറ്റതിൽ കമൻറ്റ് വരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ തരില്ല. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.